Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജാവയിൽ നമ്മൾ എങ്ങനെയാണ് പാറ്റേൺസ് പ്രിന്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒന്ന് രണ്ട് പാറ്റേൺസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് ഒരു ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. പാറ്റേൺ എക്സാമ്പിൾ എന്ന് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. പാറ്റേൺ കൊടുക്കാം, വോയിഡ് മെയിൻ കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് പാറ്റേൺസ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇതാ ഈ പാറ്റേൺ ശ്രദ്ധിച്ചാൽ കണ്ടോ, സ്റ്റാർ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ എങ്ങനെ വരുത്തുന്നത്? ഇത് ജസ്റ്റ് ലൂപ്സിന്റെ കളിയാണ്. നിങ്ങൾക്ക് ഈ ലൂപ്പിന്റെ കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് എളുപ്പം ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതാ ഇതിനകത്ത് നമ്മൾ എത്ര റോ ഉണ്ട്, എത്ര കോളം ഉണ്ടെന്നാണ് ആദ്യം നോക്കേണ്ടത്. ഇതിനകത്ത് ഇപ്പോൾ എത്ര റോ ഉണ്ട്? 1, 2 നേരെയുള്ളതാണ് റോസ്. ഓക്കെ, 1, 2, 3, 4 റോയും 5 കോളമാണ് ഇതിനുള്ളത് അല്ലേ. 4 റോയിലും 5 കോളത്തിലുമായിട്ട് സ്റ്റാർ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൂപ്പ് എഴുതുക. ആദ്യം നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും റോയുടെ കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഫോർ ഇൻറ്റ് i = 0 എത്ര റോയാണ് ഉണ്ടായിരുന്നത്? 1, 2, 3, 4 റോ അല്ലേ. ഈ i ലെസ് ദാൻ എന്നുള്ളിടത്ത് നമ്മുടെ റോയുടെ കൗണ്ടാണ് കൊടുക്കേണ്ടത്. i++ എന്ന് കൊടുക്കുക. എന്നിട്ട് സിസ് ഔട്ടിനകത്ത് സ്റ്റാർ പ്രിന്റ് ചെയ്യുക. അപ്പം നമുക്കിതെങ്ങനെ വരുമെന്ന് നോക്കാം. ഇതാ 1, 2, 3, 4 റോയിലായിട്ട് പ്രിന്റ് ആയി, പക്ഷെ 4 സ്റ്റാറാണ് പ്രിന്റ് ആയത്. ഇത് എന്തായിരിക്കും ഇങ്ങനെ വന്നത്? ആദ്യം ഐയുടെ വാല്യൂ 0 ആണ് അല്ലേ. 0 ലെസ് ദാൻ 4 ആണോ? ആണ്. അപ്പോൾ ഒരു സ്റ്റാർ പ്രിന്റ് ആയി. ഇനി system.out.println എന്നല്ലേ കൊടുത്തത്. അപ്പോൾ നെക്സ്റ്റ് ലൈൻ വരും. നെക്സ്റ്റ് ലൈനിൽ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി. അടുത്ത എത്രയായി? 1 ആയി. 1 ലെസ് ദാൻ 4 ആണോ? ആണ്. അപ്പോൾ അടുത്ത ലൈനിൽ ഒരു സ്റ്റാർ പ്രിന്റ് ആവും. വീണ്ടും നെക്സ്റ്റ് ലൈൻ ആവും. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയല്ലോ, 2 ആവും. 2 ലെസ് ദാൻ 4 ആണ്. അങ്ങനെ 3 ലെസ് ദാൻ 4 ആവുന്നത് വരെയാണ് ഇത് പ്രിന്റ് ആവുക. ഇവിടെ ഇപ്പം നമ്മളൊരു ഈക്വൽ ടു കൂടെ കൊടുത്താൽ ഒരു ലൈനൂടെ വരും. അതായത് ഐയുടെ വാല്യൂ 4 വരുമ്പോൾ 4 ലെസ് ദാൻ 4 എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ ഇത് നിൽക്കുമായിരുന്നു. ഇവിടെ ഒരു ഈക്വൽ ടു വരുന്നതുകൊണ്ട് 4 ലെസ് ദാൻ ഒരു ഈക്വൽ ടു 4 വരുന്നത് വരെ ആവും. ഇവിടെ 4 സ്റ്റാർ അല്ലേ, പകരം 5 സ്റ്റാർ പ്രിന്റ് ആവും. 5 സ്റ്റാർ പ്രിന്റ് ആയത് കണ്ടോ. ഇപ്പൊ നമ്മൾ ഈക്വൽ ടു മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 3 ആവുന്നത് വരെ ഇത് വർക്ക് ആവത്തുള്ളൂ. അങ്ങനല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടത്. ഇതുപോലെയല്ലേ വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ റോയുടെ കൗണ്ട് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇനി കോളത്തിന്റെ കൗണ്ടും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് റോയുടെ കൗണ്ടാണ്. അത് തെറ്റാൻ പാടില്ല. ഈ കോളത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൂപ്പ് കൂടെ കൊടുക്കാം. ഇൻറ്റ് j = 0 j ലെസ് ദാൻ എത്രയാണ് ഇവിടെ കോളത്തിന്റെ കൗണ്ട്? 1, 2, 3, 4, 5 അല്ലേ. അപ്പൊ ഇവിടെ ഈ ലെസ് ദാൻ്റെ അവിടെ നമ്മൾ കോളത്തിന്റെ കൗണ്ട് കൊടുക്കുക. എന്നിട്ട് ഇൻക്രിമെന്റ് ചെയ്യുക. മനസ്സിലായോ? ഇനി നമ്മുടെ സിസ് ഔട്ട് ഈ ലൂപ്പിനകത്ത് കൊടുക്കുക. ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഈ ലൂപ്പിനകത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോഴും ഔട്ട്പുട്ട് വന്നു, പക്ഷെ എന്താണ് ഈ സ്റ്റാർ താഴെയാണ് പ്രിന്റ് ആയിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നത്? ഇതെന്താന്ന് വെച്ചാൽ ഈ സിസ് ഔട്ട് സ്റ്റേറ്റ്മെന്റിന്റെ കുഴപ്പമാണ്. ഇത് ആദ്യം ഈ സിസ് ഔട്ടിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ പ്രിന്റ് എല്ലാം എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ പ്രിന്റ് ചെയ്ത് നെക്സ്റ്റ് ലൈനിലെ എന്തായാലും ഇത് പ്രിന്റ് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനല്ലല്ലോ. ഈ ലൂപ്പിനകത്ത് എപ്പോഴൊക്കെ നിൽക്കുന്നോ അപ്പോഴെല്ലാം ഒറ്റ ലൈന് പ്രിന്റ് ആവണം അല്ലെ. അതായത് ആദ്യത്തെ റോ ആദ്യത്തെ കോളം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ആദ്യത്തെ കോളം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടേ നെക്സ്റ്റ് ലൈനിലോട്ട് പോകാൻ പാടുള്ളൂ. അപ്പൊ അതിനിവിടെ കൊടുക്കേണ്ട ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ ഈ ln മാറ്റണം. system.out.println എന്നേ ആക്കാവുള്ളൂ. നിങ്ങൾ സിസ് ഔട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും println എന്നാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ .print എന്നുണ്ട്. നമ്മൾ എപ്പോഴും നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് പ്രിന്റ് എന്ന് മാറ്റി കൊടുക്കാം. മനസ്സിലായോ? ഇനി എന്താണ്, ആദ്യത്തെ റോ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിപ്പോ ഇങ്ങനെ കൊടുക്കുമ്പോഴും ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മളിങ്ങനെ റൺ ചെയ്യുമ്പോൾ ഇത് ഒറ്റ ലൈനിലായിട്ട് ഇങ്ങനെ കാണിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ്? ഫസ്റ്റ് റോയുടെ ലൂപ്പാണിത്, ഫസ്റ്റ് കോളത്തിന്റെ ലൂപ്പാണിത്. ഫസ്റ്റ് കോളത്തിന്റെ കഴിയുമ്പോൾ ഒരു നെക്സ്റ്റ് ലൈൻ വരണം അല്ലേ. അപ്പൊ ആ കോളത്തിന്റെ നിന്ന് പുറത്ത് വന്നിട്ട് നമ്മളൊരു സിസ് ഔട്ടം കൊടുത്താൽ മതി. അവിടെ പ്രിന്റ് എല്ലാം കൊടുക്കണം. അതായത് ആദ്യത്തെ കോളം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് ലൈൻ വരണം. ഇനി നമുക്ക് നോക്കാം. കണ്ടോ, ഇതിപ്പോ ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് ലൈൻ വന്നു. പിന്നെ നെക്സ്റ്റ് റോ വരുമ്പോൾ മനസ്സിലായോ?
ഇതിപ്പോൾ ഐയുടെയും ജെയുടെയും വാല്യൂ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ഐയുടെയും ജെയുടെയും വാല്യൂ പ്രിന്റ് ചെയ്താൽ മതി. പിടികിട്ടിയോ? ഇപ്പം ആദ്യം ഇതിന്റെ ലൂപ്പിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? ഐയുടെ വാല്യൂ 0 ആണ് അല്ലേ? 0<4 ആണോ? ആണ്. അപ്പൊ ഇതിനകത്തോട്ട് വരും. ആദ്യം ജെയുടെ വാല്യൂ 0 ആണ്. 0<5 ആണോ? ആണ്. അപ്പോൾ ഒരെണ്ണം പ്രിന്റ് ആവും. ഇനി ജെ ഇൻക്രിമെന്റ് ആവും. ജെ ഇൻക്രിമെന്റ് ആവുമ്പോൾ ജെയുടെ വാല്യൂ 1 ആവും. 1 ആവുമ്പോൾ എത്രയാണ്? 1<5 ആണ്. അപ്പോൾ അടുത്ത സ്റ്റാർ പ്രിന്റ് ആവും. പിന്നെ ജെയുടെ വാല്യൂ 2 ആവും. 2<5 ആണ്. മനസ്സിലായോ? അങ്ങനെ 4<5 വരെ ഇത് പ്രിന്റ് ആവും. അതായത് ഈ സ്റ്റാർ വരെ വന്നു കഴിയുമ്പോൾ ഈ ലൂപ്പിന് വെളിയിൽ വരും. പിന്നെ ഈ ജെയുടെ വാല്യൂ 5 ആവുമ്പോൾ 5<5 അല്ല. അപ്പൊ ഈ ലൂപ്പിന് പുറത്ത് വന്നിട്ട് നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവും. എന്നിട്ട് വീണ്ടും ഇത് വർക്ക് ആവും. മനസ്സിലായോ? അപ്പൊ ഇത് ആദ്യത്തെ റോ, ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളം. എന്നിട്ട് നെക്സ്റ്റ് ലൈൻ വരും. ആദ്യത്തെ റോയിൽ ആദ്യത്തെ കോളം പ്രിന്റ് ആവും. പിന്നെ രണ്ടാമത്തെ കോളം പ്രിന്റ് ആവും. പിന്നെ മൂന്നാമത്തെ കോളം. അങ്ങനെ 5 എണ്ണം പ്രിന്റ് ആയി കഴിയുമ്പോൾ ഈ പ്രിന്റ് എല്ലാം വർക്ക്ഔട്ട് ആവും. എന്നിട്ട് നെക്സ്റ്റ് റോ. അങ്ങനെയാണിത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഈ സിസ് ഔട്ടിനകത്ത് ഐയുടെയും ജെയുടെയും വാല്യൂ പ്രിന്റ് ചെയ്ത് നോക്കിയാൽ മതി. ഐയുടെ വാല്യൂ പ്ലസ് ഐ പ്ലസ് ജെ ഇങ്ങനെ കൊടുത്താൽ ഇത് കൂടിച്ചേർന്നായിരിക്കും വരുന്നത്. ഇതായത് കണ്ടോ? ഈ സ്റ്റാർ നമുക്ക് മാറ്റാം, കമന്റ് ചെയ്യാം. ഇതാ ഐയുടെ വാല്യൂ ഓരോ തവണ എത്ര ആണെന്നാണ് ഈ കാണിക്കുന്നത്. ഇപ്പം മേപ്പോട്ടുണ്ട്. ഇത് ഐയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 0. ഇതിപ്പോൾ വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു /t കൊടുക്കാം. ഇതാ കണ്ടോ? ആദ്യം ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ജെ 0. ആദ്യം അതായത് 0th റോയിലെ 0th കോളം, അടുത്തത് 0th റോയിലെ ഫസ്റ്റ് കോളം, 0th റോയിലെ സെക്കൻഡ് കോളം, 0th റോയിലെ തേർഡ് കോളം. ഇങ്ങനെ 0th റോയിലെ 4th കോളം വരെ ആകുമ്പോൾ ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവുന്നു. കണ്ടോ? ഇപ്പൊ ഞാനത് കമന്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ വരുന്നതെന്ന് കാണിക്കാനാണ് ഞാനിത് പ്രിന്റ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഈ ലൂപ്പിന് പുറത്ത് വന്നിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. എന്നിട്ട് ഫസ്റ്റ് റോ ആവും. പിന്നെ ഫസ്റ്റ് റോയിലെ എല്ലാ കോളത്തിലെയും ഓരോ സ്റ്റാർ പ്രിന്റ് ആവും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. അപ്പൊ ഇത് പിടികിട്ടിയെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം മനസ്സിലാവും. അപ്പൊ ഇത് നമുക്ക് കമന്റ് കൊടുക്കാം. അപ്പൊ ഇപ്പൊ ആദ്യത്തെ മനസ്സിലായല്ലോ. ഇനിയിപ്പൊ നമുക്കിതിപ്പോ 4 റോയും 5 കോളം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എത്ര വേണേ മാറ്റി കൊടുക്കാം. അപ്പൊ 14 റോയും 25 കോളവും എത്ര വേണേ നമ്പർ മാറ്റി കൊടുക്കാം. അപ്പൊ അതാ പ്രിന്റ് ചെയ്യുമ്പോൾ ഇതാ 14 റോയും 25 കോളവും. അപ്പൊ റോയുടെയും കോളത്തിന്റെ എണ്ണം നമുക്ക് എപ്പോഴും മാറ്റി കൊടുക്കാം. ഈ ഫസ്റ്റ് എന്ന് പറയുന്നത് റോ ആയിരിക്കും എപ്പോഴും കൊടുക്കേണ്ടത്. തിരിച്ചു കൊടുക്കരുത്. ഇത് കോളം. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. ഇനി നെക്സ്റ്റ് അടുത്തൊരു പാറ്റേൺ കൂടെ കാണിക്കാം. അപ്പൊ അതായത് കണ്ടോ? ഇത് ഞാൻ മുമ്പേ കാണിച്ചതുപോലല്ല, സ്റ്റാർ തന്നെ പ്രിന്റ് അയക്കുന്നു. അപ്പൊ പിന്നെ ഇതാ നിങ്ങൾക്കിപ്പോ വേറൊരു കാര്യമുണ്ട്. ഇവിടെ സ്റ്റാറിന് പകരം നിങ്ങൾക്കിപ്പോ എക്സാമിനൊക്കെ ചോദിക്കുന്നത് ചിലപ്പോ ആംബസെന്റ് പ്രിന്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഡോളർ സൈൻ പ്രിന്റ് ചെയ്യാനായിരിക്കും. അപ്പൊ ഈ സിസ് ഔട്ടിൽ അത് മാറ്റി കൊടുത്താൽ മതി. ഇതാ അത് പ്രിന്റ് ആയി. അപ്പൊ ഏത് പാറ്റേൺ വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഓക്കെ? അപ്പൊ അതാ ഈ രണ്ടാമത്തെ പാറ്റേൺ ശ്രദ്ധിച്ചേ. ആദ്യത്തെ റോയിൽ 1 എലമെന്റ്, രണ്ടാമത്തെ റോയിൽ 2 എലമെന്റ്, മൂന്നാമത്തെ റോയിൽ 3 എലമെന്റ്, നാലാമത്തെ റോയിൽ 4 എലമെന്റ് അല്ലെ? ഇതിനകത്ത് ഇപ്പൊ എത്ര റോ ഉണ്ട്? മുമ്പേ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചാണ് 1 2 3 4 റോയും 4 കോളവും ഉണ്ട്. മനസ്സിലായോ? പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട്. മുമ്പത്തേനകത്ത് 4 റോയിലും 4 കോളത്തിലും എലമെന്റ് ഫില്ലായിരുന്നു. ഇത് 4 റോ 4 കോളം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എന്താ ഈ പച്ച ഷെയ്ഡ് കൊടുത്തിട്ടില്ലേ, അവിടെ ഒന്നും എലമെന്റ്സ് ഇല്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ആദ്യത്തെ റോയിൽ 1 എലമെന്റേ ഉള്ളൂ, രണ്ടാമത്തെ റോയിൽ 2 എലമെന്റേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് പഴയ കൺസെപ്റ്റ് വെച്ച് കൊടുക്കാൻ പറ്റില്ല, റോ കോളം കൺസെപ്റ്റ് വെച്ചിട്ട്. ഇതിപ്പോ നമ്മൾ കാരണം എന്താ, ഇതിപ്പോ 1 2 3 4 4 റോയും 4 കോളവും ആണ്. ഇവിടെ നമ്മള് റോ 4 കോളം 4 എന്ന് കൊടുത്തിട്ട് സ്റ്റാർ അല്ലേ, ഇത് നമ്മൾ ഇങ്ങനെ പ്രിന്റ് ചെയ്യിക്കാൻ നോക്കിയാൽ ഇതാ ഇങ്ങനെ വരത്തുള്ളൂ. 4 റോയിലും 4 കോളത്തിലും സ്റ്റാർ. നമുക്ക് ഇങ്ങനല്ല വേണ്ടത്. ആദ്യത്തെ റോയിൽ 1 എലമെന്റ്, രണ്ടാമത്തെ റോയിൽ 2 എലമെന്റ്, മൂന്നാമത്തെ റോയിൽ 3 എലമെന്റ് അല്ലെ? അങ്ങനെയാണ് വരേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റോയുടെ എണ്ണം പോകുന്നതിനനുസരിച്ചാണ് സ്റ്റാറിന്റെ എണ്ണം കൂടുന്നത്. അതായത് ഫസ്റ്റ് റോയിൽ 1 എലമെന്റേ ഉള്ളൂ, സെക്കൻഡ് റോയിൽ 2 എലമെന്റ്, 4th റോയിൽ 4 എലമെന്റ്. അപ്പോൾ നമ്മൾ റോയുടെ എണ്ണം കാണിക്കുന്ന ലൂപ്പ് ഏതാണ്? ഐ ലൂപ്പ് അല്ലെ? അപ്പോൾ ഐയുടെ ലൂപ്പ് വെച്ച് എന്തോ ആണ് ഇത് വർക്ക് ആവുന്നത്. അപ്പൊ ആദ്യത്തെ റോ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. ഇപ്പൊ 4 റോ ഉണ്ടല്ലോ. എത്ര റോസ് ഉണ്ട്? 1 2 3 4 4 റോ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ കോളത്തിൽ പ്രിന്റ് ആവുന്നതിലാണ് വ്യത്യാസം അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
ഈ ഫസ്റ്റ് റോയിൽ ഒരു എലമെന്റേ ഉള്ളൂ, സെക്കൻഡ് റോയിൽ 2 എലമെന്റേ ഉള്ളൂ. അപ്പൊ ഈ ജെ ലൂപ്പിന്റെ അവിടെ വരുമ്പോൾ j<4 പകരം j<i എന്ന് കൊടുക്കുക. അതായത് ഐയുടെ വാല്യൂ, റോയുടെ വാല്യൂ എത്ര, റോയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണല്ലോ നമുക്ക് വാല്യൂസ് പ്രിന്റ് ആവുന്നത്. ഇവിടെ j<i എന്ന് മാത്രം കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, 1 2 3, ഇതിപ്പോ 3 എണ്ണേ വന്നുള്ളൂ. 4 എന്താ വരാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ j<i എന്നാണ് കൊടുത്തത്. j<, ഇവിടെ ഒരു ഈക്വൽ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കാവും. ഇതാ കണ്ടോ, ഇപ്പൊ 1 2 3 4 എണ്ണം പ്രിന്റ് ആയത് കണ്ടോ. ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നറിയാൻ ഇവിടെ ഈ സിസ് ഔട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യം ഐയുടെ വാല്യൂ 0 ആണ് അല്ലേ. ഇപ്പൊ ഇത് കാണിച്ചിട്ട് ഞാൻ കാണിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഐയുടെ വാല്യൂ 0 ആണ്. 0<4 ആണോ എന്ന് നോക്കി, ആണ്. ജെ ലൂപ്പിനകത്തോട്ട് കയറും. ജെയുടെ വാല്യൂ 0 ആണ്. 0< or മുമ്പേ 0<0 എന്നായിരുന്നു ഞാൻ കൊടുത്തത്. കാണിച്ചു തരാം. മുമ്പത്തെ ഞാൻ 0<0 എന്നാണ് കൊടുത്തത്. അപ്പൊ അത് ഈ ലൂപ്പിനകത്തോട്ട് കയറത്തില്ല, കാരണം 0<0 അല്ലല്ലോ. അപ്പൊ ഈ ലൂപ്പിന് പുറത്ത് വന്നിട്ട് ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവും. അതാണ് ഇതാ ഇവിടെ ഒരു empty ലൈൻ പ്രിന്റ് ആയിരിക്കുന്നത്. മനസ്സിലായോ? empty ലൈൻ അതുകൊണ്ടാണ് പ്രിന്റ് ആയിരിക്കുന്നത്. ഈ ലൂപ്പിനകത്ത് കയറാതെ ഇത് പ്രിന്റ് ആയിരിക്കുന്നു. ഇവിടെ നമ്മളൊരു ഈക്വൽ ടു കൂടെ കൊടുത്തു കഴിയുമ്പോൾ 0<0 ആണല്ലോ. empty ലൈൻ ആദ്യം പ്രിന്റ് ആയത് മാറി. അപ്പൊ ഐയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 0. എന്നിട്ട് അത് ലൂപ്പിന് പുറത്ത് വരും, നെക്സ്റ്റ് ലൈൻ ആവും. ഇനി ഐയുടെ വാല്യൂ എത്ര ആവും? 1 ആവും. 1<4 ആണോ? ആണ്. അപ്പോൾ ജെയുടെ വാല്യൂ 0 ആണല്ലോ. അപ്പൊ 0<1 ആണല്ലോ? ആണ്. അപ്പോൾ ഈ സ്റ്റാർ പ്രിന്റ് ആവും. മനസ്സിലായോ? ഇനി വീണ്ടും ഈ ലൂപ്പിനകത്തോട്ട് കയറാം. ഐയുടെ വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ ജെയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. 1<1 ആണ് അല്ലേ. അപ്പൊ വീണ്ടും ഒരു സ്റ്റാർ കൂടെ പ്രിന്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ ഇപ്പൊ ആദ്യം തന്നെ 0th എലമെന്റ്, 0th റോ, ഫസ്റ്റ് എലമെന്റ്. മനസ്സിലായോ? ഇവിടെ ഈ ഐയുടെ വാല്യൂ അനുസരിച്ചാണ് മാറ്റം വരുന്നത്. ഐയുടെ എണ്ണം കൂടുമ്പോൾ എലമെന്റിന്റെ എണ്ണം കൂടുന്നു. അപ്പൊ ഇവിടെ മാത്രം <, ആ കോളത്തിന്റെ കൗണ്ട് കൊടുക്കുന്നിടത്ത് നിങ്ങൾ ഐ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വെളി വന്നിട്ട് നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവണമെങ്കിൽ ഇവിടെ ln കൊടുക്കുക, ഇവിടെ ln കൊടുക്കരുത്. ഡോട്ട് പ്രിന്റേ കൊടുക്കാവുള്ളൂ. മനസ്സിലായല്ലോ? system.out.print. ഇത്രയേ ഉള്ളൂ ഇതിന്റെ വ്യത്യാസം. അല്ലാതെ നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഇവിടെ പ്രിന്റ് ln എപ്പോഴും കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു എറർ നിങ്ങൾ ശ്രദ്ധിക്കത്തില്ല. ഇതാ വന്നത് കണ്ടോ. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വേണേ കൊടുക്കാം. ഇപ്പൊ 14 കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പ്രിന്റ് ആവും. മനസ്സിലായല്ലോ? അപ്പോൾ ഐയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ചാണ് ഈ ഒരു പാറ്റേൺ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.